ഒൺലി ഫോർ ലവ് എന്ന ഡ്രാമയുടെ 9ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ കോൺഫറൻസ് നടക്കുന്ന സമയത്ത് അങ്കിൾ തന്നെ ശ്രദ്ധിച്ചിരിക്കുന്ന കാരണം ഷിയെ ആകെ അസ്വസ്ഥയാകുന്നു. ഇത് ശ്രദ്ധിച്ച ഷിയെ അവൾക്ക് അവിടെ ഇരിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് സമയം പുറത്തുപോയി നിന്നോളം പറയുന്നു. ഷിയാൻ എന്നെ തന്നെ നോക്കുന്ന കാരണമാണ് എനിക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് എന്നവൾ പറഞ്ഞപ്പോൾ ഷിയാൻ നിന്നെ അല്ല എന്നെയാണ് നോക്കുന്നത്, അതുകൊണ്ട് ടെൻഷൻ ആകണ്ട എന്ന് ഷുയി ചിരിച്ചുകൊണ്ട് പറയുന്നു. ഗുവാൻജിയും റുവയും ഇടയ്ക്കിടെ ആരും കാണാതെ പരസ്പരം പുഞ്ചിരിക്കുന്നൊക്കെയുണ്ട്. ഷിയെ കുറച്ച് സമയം കൂടി അവിടെ ഇരുന്നിട്ട് ഷിയുടെ പെർമിഷൻ വാങ്ങി പുറത്തേക്ക് പോകുന്നു. ഷിയാൻ കുറച്ച് കഴിഞ്ഞാണ് ശ്രദ്ധിച്ചത്. ഇടയ്ക്ക് ബ്രേക്ക് ടൈം കൊടുത്തപ്പോൾ റുവോ ഷിയോട് പറയുക പോലും ചെയ്യാതെ എഴുന്നേറ്റ് എവിടെ പോകുന്നുണ്ട്. ഷുയി തനിച്ചിരിക്കുന്ന സമയത്ത് മറ്റൊരു പത്രത്തിന്റെ റിപ്പോർട്ടർ അവളെ വന്ന് പരിചയപ്പെടുന്നു. അവളിപ്പോൾ വർക്ക് ചെയ്യുന്ന ഓഫീസ് അയാൾ മുമ്പ് കുറച്ചുനാൾ ജോലി ചെയ്തിട്ടുണ്ട്. ആ പരിചയം വെച്ചിട്ട് അവളുടെ നമ്പർ അയാൾ ചോദിക്കുന്നു. അവൾ നമ്പർ കൊടുക്കുന്നത് കുറച്ച് അപ്പുറത്തുനിന്ന് ശ്രദ്ധിച്ച ഷിയാൻ അസൂയ സഹിക്കവയ്യാതെ അവളെ ഉറക്കെ വിളിച്ചിട്ട് അടുത്തേക്ക് ചെല്ലാൻ പറഞ്ഞു പുറത്തേക്ക് ഇറങ്ങി പോകുന്നു. അവന്റെ എക്സ്പ്രഷൻ കണ്ടപ്പോൾ അവനെ അസൂയ കാരണമാണ് ദേഷ്യപ്പെട്ടതെന്ന് മനസ്സിലായ അവൾ ശരിക്കും സന്തോഷിച്ചാണ് അവൻ്റെ പുറകെ ചെന്നത്. പക്ഷെ അവളെ കണ്ടു കഴിഞ്ഞപ്പോൾ നിന്റെ കൂടെ വന്ന ജേർണലിസ്റ്റ് എവിടെയെന്നാണ് അവൻ ചോദിച്ചത്. ഷിയെ പറഞ്ഞതുപോലെ തന്നെ അവൻ അവളെയാണ് ശ്രദ്ധിച്ചിരുന്നെന്ന് ഷീ തെറ്റിദ്ധരിക്കുന്നു. അവൻ അങ്കിളാണെന്ന് ഒന്നും അറിയാത്ത അവൾ ഷിയോട് താല്പര്യം തോന്നിയിട്ടായിരിക്കണം അവൻ അവളെ കുറിച്ച് അന്വേഷിക്കുന്നതെന്ന് കരുതുന്നു. അവളുടെ ഫോണിലേക്ക് വിളിക്കാൻ അവൻ പറഞ്ഞപ്പോൾ അവൾ കോൾ അറ്റൻഡ് ചെയ്യല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് അവൾ വിളിച്ചത്. ഷിയെ പുറത്തു പോയിരുന്നു ഫോണിൽ കളിച്ച് രസിക്കുമ്പോഴാണ് അവളുടെ കോൾ ചെന്നത്. തിരികെ ചെല്ലാൻ വിളിക്കായിരിക്കുമെന്ന് കരുതി അവൾ അറ്റൻഡ് ചെയ്യാൻ കുറച്ച് മടിക്കുന്നു. കോൾ അറ്റൻഡ് ആകാൻ താമസിച്ചപ്പോൾ ഷിയെ സന്തോഷിക്കുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും അവൾ കോൾ എടുക്കുന്നുണ്ട്. പുറത്തെ ലോബിയിൽ ഇരിപ്പുണ്ട്. ഉടനെ തന്നെ അകത്തേക്ക് വരണോ എന്ന് അവൾ ചോദിച്ചപ്പോൾ അതിനുള്ള മറുപടിയൊന്നുമല്ല ഷീ പറഞ്ഞത്. നിനക്ക് സുഖമില്ലെങ്കിൽ ഇനി വരണമെന്നില്ല, വീട്ടിലേക്ക് പോയിക്കോളാൻ പറഞ്ഞ് അവൾ ഫോൺ വെക്കുന്നു. അവൾ എന്താണ് അങ്ങനെയൊക്കെ പറയുന്നത് ഷിയയ്ക്ക് മനസ്സിലാകുന്നില്ല. അവൾ എന്താണ് പെട്ടെന്ന് തിരികെ പോയത്, എങ്ങോട്ടാണ് പോയത് എന്നൊക്കെ ഷിയാൻ ചോദിച്ചപ്പോൾ അതൊക്കെ അറിഞ്ഞിട്ട് നിനക്കെന്ത് വേണമെന്ന് അവൾ മനസ്സിൽ പറയുന്നുണ്ടെങ്കിലും അവനോട് അങ്ങനെ ചോദിക്കുന്നില്ല. അവൾക്ക് CEO ഫോബിയ ഉണ്ട്. നിങ്ങളെപ്പോലുള്ള CEO കാണുമ്പോൾ മുട്ടുപറിക്കും, അതുകൊണ്ടാണ് പുറത്തേക്ക് പോയത്. പക്ഷേ എനിക്ക് അങ്ങനെയൊന്നുമില്ല, എനിക്ക് നിങ്ങളെ കാണുമ്പോൾ പേടിയല്ല, പ്രണയമാണ് തോന്നുന്നത് എന്നൊക്കെ അവൾ പറയുന്നു. അവൻ മറുപടി ഒന്നും പറയാതെ അവളെ തന്നെ നോക്കി നിൽക്കുമ്പോഴാണ് അടുത്ത സെഷൻ തുടങ്ങാൻ സമയമായി എന്ന് അസിസ്റ്റന്റ് വന്ന് അറിയിച്ചത്. അവൻ മറുപടി ഒന്നും പറയാതെ പുറത്തേക്ക് പോകുന്നു. ഞാനിപ്പോൾ ഫീമെയിൽ സപ്പോർട്ട് റോളാണോ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ഷുയിക്ക് സംശയമാകുന്നു. വെൻഡിംഗ് മെഷീനിൽ നിന്നൊരു ഡ്രിങ്കും എടുത്തുകൊണ്ട് പോകുമ്പോഴാണ് ഷിയെ അവിടെ എത്തി അതിൽ നിന്നൊരു കോഫി എടുക്കാൻ ശ്രമിച്ചത്. പക്ഷേ QR കോഡ് സ്കാൻ ചെയ്തിട്ട് സാധനം പുറത്തേക്ക് ഇറങ്ങി വരുന്നില്ല. ഇതെന്താണ് ഇങ്ങനെ, എൻ്റെ ക്യാഷ് തിരികെ തരാൻ അവൾ അവിടെ നിന്ന് ഉറക്കെ പറയുന്നു. അത് കേട്ടുകൊണ്ട് തിരികെ ചെന്ന് മെഷീനിട്ട് 2 തട്ട് കൊടുത്തപ്പോൾ അവൾ ഓർഡർ ചെയ്ത ഡ്രിങ്ക് പുറത്തേക്ക് ഇറങ്ങി വരുന്നു. അപ്പോഴേക്ക് 2 തവണ അവൾ അത് ചെയ്ത് കഴിഞ്ഞിരുന്നതിനാൽ 2 എണ്ണമാണ് വന്നത്. അതിനുശേഷമാണ് ഷിയെ അവൻ്റെ മുഖത്തേക്ക് നോക്കിയത്. ആദ്യ കാഴ്ചയിൽ തന്നെ അവൾക്ക് അവനെ അസ്ഥിക്ക് പിടിക്കുന്നു. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. അവൾ താങ്ക്സ് പറഞ്ഞ് ഡ്രിങ്ക്സ് എടുത്തപ്പോഴേക്കും അവൻ പോയി കഴിഞ്ഞിരുന്നു. കോൺഫറൻസിന്റെ അടുത്ത സെഷൻ തുടങ്ങിയപ്പോൾ ഗുവാൻജിയുടെ കമ്പനിയുമായിട്ടുള്ള പാർട്ണർഷിപ്പിനെ കുറിച്ച് പറഞ്ഞ് അവിടുത്തെ സ്ട്രാറ്റജിക് അഡ്വൈസറായ യുവിനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. ആ സമയത്താണ് ഷിയെ തിരികെ ചെന്നിരുന്നത്. അവന്റെ ശബ്ദം കേട്ടപ്പോൾ കഴിഞ്ഞ തവണ എഡിറ്റ് ചെയ്ത ഇന്റർവ്യൂ അവൻ്റെതായിരുന്നു. കാണാൻ ആഗ്രഹിച്ച ശബ്ദത്തിന്റെ ഉടമ അവനായിരുന്നു എന്ന് അവൾക്ക് മനസ്സിലാകുന്നു. അവൾ തിരികെ വന്നിരിക്കുന്നത് കണ്ട് ഷിയാൻ അവളെ തന്നെ ശ്രദ്ധിക്കുന്നു. അവൻ അവളെ നോക്കുന്ന കണ്ട് ഷുയി വീണ്ടും തെറ്റിദ്ധരിക്കുന്നു. തന്നെ മൈൻഡ് ചെയ്യാതെ അവൻ അവളെ ശ്രദ്ധിക്കുന്നത് ഷിയെ ശരിക്കും ദേഷ്യം പിടിപ്പിക്കുന്നുണ്ട്. കോൺഫറൻസ് കഴിഞ്ഞ് ഉടനെ തന്നെ എനിക്കൊരു കാര്യം ചെയ്യാനുണ്ടെന്ന് പറഞ്ഞ് ഷിയ എഴുന്നേറ്റ് പോകുന്നു. തൊട്ടുപുറകെ തന്നെ എന്തോ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് റുവോയും പോകുന്നു. ഷിയാനെ അപ്പോഴേക്കും മാധ്യമപ്രവർത്തകർ വളഞ്ഞിരുന്നു. അത് കാരണം ഷിയ അവൻ്റെ അടുത്തേക്ക് പോകാതെ പുറത്തേക്ക് പോകുന്നുണ്ട്. പുറത്ത് വെച്ച് അവൾ യുവിനെ മീറ്റ് ചെയ്യുന്നു. അവനോട് സംസാരിച്ച് തുടങ്ങിയപ്പോഴാണ് ഷിയെ അവളുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് അവസാനം സംസാരിച്ചത് ആരായിരുന്നു എന്ന് ചോദിച്ചത്. അവൾ ചോദിച്ചത് യുവിനെ കുറിച്ചാണ്. പക്ഷെ അവസാനം സംസാരിച്ചത് ഷിയാനായിരുന്നതിനാൽ നിനക്ക് ഷിയാനെ അറിയില്ലേ, അവനാണല്ലോ സംസാരിച്ചതെന്ന് അവൾ ചോദിക്കുന്നു. അവൾ കോൾ കട്ട് ചെയ്ത ശേഷം എല്ലാവരും അങ്കിളിന്റെ കാര്യം മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ എന്ന് പരാതി പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് തൊട്ടുപുറകിൽ വന്ന് അവൻ വിളിച്ചത്. ഇത് നിന്റെ ആദ്യ പ്രസ് കോൺഫറൻസ് അല്ലായിരുന്നു, എന്നിട്ട് നീ അത് ഉഴപ്പുകയാണെന്നൊക്കെ ചോദിച്ച് അവൻ വഴക്ക് പറയാൻ തുടങ്ങുന്നു. അവൾ പതുക്കെ എസ്കേപ്പ് ആകാൻ തുടങ്ങിയപ്പോൾ അവൻ പിടിച്ചു നിർന്നുണ്ട്. ഇനി ആരെങ്കിലും കണ്ടാൽ നാണക്കേടാണ് എന്ന് അവൾ പറഞ്ഞപ്പോൾ അവൻ പിടിവിടുന്നു. ഇനി ഞാനിങ്ങനെയൊന്നും കാണിക്കില്ല, മര്യാദയ്ക്ക് കാര്യങ്ങൾ ചെയ്തോളാം എന്നൊക്കെ അവൾ അവന്റെ കയ്യിൽ പിടിച്ച് കൊഞ്ചിക്കൊണ്ട് നിൽക്കുന്ന കണ്ടുകൊണ്ടാണ് യുവിനൊപ്പം പുറത്തേക്ക് ഇറങ്ങി വന്നത്. ഷിയാൻ അവളെ വളയ്ക്കാൻ ശ്രമിക്കുകയാണെന്ന് തെറ്റിദ്ധരിച്ച് അവൾ ആകെ ഷോക്കാക്കുന്നു. അപ്പോഴേക്കും ഷിയ അവരെ കണ്ട് അവന്റെ കയ്യിലെ പിടിപെടുന്നു. അവനും അവരെ കാണുന്നുണ്ട്. എന്റെ ഐഡന്റിറ്റി അവരുടെ മുന്നിൽ അറിയിക്കേണ്ട എന്നുണ്ടെങ്കിൽ എന്നെ വിടുന്നതാണ് നല്ലതെന്ന് അവൾ പറഞ്ഞപ്പോൾ പോയിക്കോളാൻ അവൻ പെർമിഷൻ നൽകുന്നു. അവൾ വേഗം സ്ഥലം എടുത്തുണ്ട്. ഷിയാൻ അവരുടെ അടുത്തേക്ക് ചെല്ലാൻ തുടങ്ങിയപ്പോഴേക്കും എനിക്ക് അത്യാവശ്യമായി തിരികെ പോകണം, അടുത്ത ആഴ്ച ഒരു ദിവസം ഞാൻ നിന്നെ ഇന്റർവ്യൂവിന് ക്ഷണിക്കാം, ഒരുമിച്ച് ഡിന്നറും കഴിക്കാം, അതിനുള്ള ടൈം അറേഞ്ച് ചെയ്തോളാൻ യുവിനോട് പറഞ്ഞിട്ട് ഷീ അവിടെ നിന്ന് ഓടിപ്പോകുന്നു. നീ അവളെ പേടിപ്പിച്ച് നിർത്തുകയാണ്, നിന്നെ കണ്ടപ്പോൾ തന്നെ അവൾ ഓടിപ്പോയല്ലോ എന്ന് അവനോട് ചോദിക്കുന്നുണ്ട്. അവൾ ഇപ്പോൾ എന്താണ് പറഞ്ഞിട്ട് പോയത് എന്ന് അവൻ ചോദിച്ചപ്പോൾ അവൾ എന്നെ ഇന്റർവ്യൂവിനും ഡിന്നറിനും ക്ഷണിച്ചതാണെന്ന് പറയുന്നു. അത് കേട്ടപ്പോഴേക്കും ഷിയാൻ അസ്വസ്ഥനാകുന്നുണ്ട്. ഷിയെ കുറച്ച് മാറി ഒരിടത്ത് ഒളിച്ചെന്ന് അവരെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ഷിയ അവിടെ നിന്ന് ഓടിപ്പോയെങ്കിലും ഷിയാൻ പുറകെ വരുന്നുണ്ട് എന്ന് ഇടയ്ക്കിടെ തിരിഞ്ഞു നോക്കുന്നു. ഇല്ലെന്ന് കണ്ടപ്പോൾ അവൾ ശരിക്കും നിരാശയാക്കുന്നുണ്ട്. എത്ര നന്നായി ആർട്ടിക്കിൾ എഴുതിയിട്ട് എന്താ കാര്യം, ഒരു ഇന്ത്യൻ തന്നെ തോൽപ്പിച്ചില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവൾ മുന്നോട്ട് നടക്കുന്നത്. ഷിയാൻ ശരിക്കും അവളുടെ പുറകെ വരുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അവളത് കണ്ടതെന്ന് മാത്രം. പക്ഷെ മുമ്പത്തെ പിണക്കം കാരണം അവൾ സംസാരിക്കാനായി നിൽക്കുന്നില്ല. ഞാൻ അങ്ങോട്ടേക്ക് വന്ന് സംസാരിക്കുമെന്ന് നീ വിചാരിക്കേണ്ടെന്നൊക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അവൾ മുന്നോട്ട് തന്നെ നടക്കുന്നു. പക്ഷെ കുറച്ച് മുന്നോട്ട് ചെയ്തപ്പോൾ വഴുതിയിരുന്നു. എന്ത് വേണമെന്നറിയാതെ അവളാകെ ഐസായി നിൽക്കുകയാണ്. നീ അവിടെ നിന്ന് എന്ത് ചെയ്യുകയാണെന്ന് അവൻ ചോദിച്ചപ്പോൾ പ്രാർത്ഥിക്കുകയാണെന്ന് അവൾ പറയുന്നു. ഞാൻ പോവുകയാണെന്ന് അവൻ പറഞ്ഞിട്ടും അവൾക്ക് കൂടെ ചെല്ലാൻ ഭാവമൊന്നുമില്ല. ഷിയാൻ ചെന്ന് അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. ഷിയ ഈ സമയം യുവിൻ്റെ അടുത്ത് ചെന്ന് അവനുമായി പരിചയപ്പെടാനുള്ള ശ്രമത്തിലാണ്. ടാക്സിക്ക് വെയിറ്റ് ചെയ്യുകയാണ് എന്നുള്ള രീതിയിലാണ് അവൾ നിൽക്കുന്നത്. നേരത്തെ എടുത്തതിൽ നിന്നൊരു കോഫി അവൾ അവന് കൊടുക്കുകയും ചെയ്യുന്നു. അപ്പോഴേക്കും അവൻ്റെ വണ്ടി വരുന്നതിനല്ല അവൻ യാത്ര പറഞ്ഞു പോകുന്നു. ഷിയയ്ക്ക് അവനെ ശരിക്കും പിടിച്ചിരിക്കുകയാണ്. ഷിയാന്റെ കൂടെ വണ്ടിയിൽ കയറിയിട്ടും ജാടയിട്ടിരുന്നല്ലാതെ ഷീ അവനോടൊന്നും മിണ്ടുന്നില്ല. അവൻ തന്നെ മൈൻഡ് ചെയ്യാതെ ഷിയയുടെ അടുത്തേക്ക് പോയതിന്റെ ദേഷ്യമാണ് അവൾക്ക്. അവളെ തന്നെ നോക്കിയിരിക്കായിരുന്ന അവൻ ഇടയ്ക്കിടെ അവൾ നെറ്റി ചുളുക്കുന്നതും നെടുവീർപ്പെടുന്നതുമൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പോൾ 8 തവണ അത് ചെയ്തു കഴിഞ്ഞു എന്നവൻ പതുക്കെ പറഞ്ഞപ്പോൾ എന്താണ് പറഞ്ഞത് എന്ന് അവൾ ചോദിക്കുന്നു. ഇന്ന് രാത്രി 8 മണിക്ക് മഴ പെയ്യും എന്ന് പറഞ്ഞതാണ് എന്നവൻ പറഞ്ഞപ്പോൾ ആ സമയത്ത് കുടയുമായി എൻ്റെ അടുത്തേക്ക് വരുമോ എന്നവൾ ചോദിക്കുന്നുണ്ട്. ഇങ്ങനെ ഫ്ലഡ് ചെയ്യാൻ അവൾ മിടുക്കിയാണ്.
ആ സമയത്ത് അവൻ്റെ കോൾ വരുന്നതിനല്ല അവൾ മാറിയിരിക്കുന്നു. അവൻ ഫോണിൽ സംസാരിക്കുന്ന സമയത്ത് സൈഡ് ഗ്ലാസ് അവൾ ചെറുതായി തുറക്കുന്നുണ്ട്. അങ്ങനെ കാറ്റടിച്ച് അവൾ അതിൽ നിന്ന് മയങ്ങിപ്പോകുന്നു. ഇടയ്ക്ക് ഉറക്കം തൂങ്ങി ഒരു സൈഡിലേക്ക് വീഴാൻ തുടങ്ങുന്നത് കണ്ട് അവൻ കൈകൊണ്ട് താങ്ങി പിടിക്കുന്നു. അവൻ അവളോട് ശരിക്കും നല്ല ഇഷ്ടം തോന്നി തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് അവളുടെ വീടിനടുത്തെത്തിയിട്ടും അവളെ ഉണർത്താതെ അങ്ങനെ കൈ പിടിച്ച് അവൻ അവിടെ തന്നെ ഇരിക്കുകയാണ്. ഫോണിലൂടെ ജോലിയുടെ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നുമുണ്ട്. ഇടയ്ക്ക് അവൾ മുഖം കയ്യിലേക്ക് അടുപ്പിച്ചപ്പോൾ അവൻ അവളുടെ മുഖത്ത് തലോടുകയും ചെയ്യുന്നു. കുറെ കഴിഞ്ഞാണ് അവൾ ഉണർന്നത്. ഇരിപ്പിന്റെ രീതി കണ്ട് അവൾ ശരിക്കൊന്ന് ഞെട്ടുന്നു. ഈ വണ്ടിയിൽ കയറി കഴിയുമ്പോൾ ഞാൻ എന്താണ് എപ്പോഴും ഉറങ്ങുന്നത് എന്നൊരു ചമ്മലോട് ചോദിച്ചുകൊണ്ട് അവൾ നേരെ ഇരിക്കുന്നുണ്ട്. അവൻ അവളുടെ തലയിൽ വാത്സല്യത്തോടെ തലോടാൻ തുടങ്ങിയതാണ്. പക്ഷെ അവൾ നോക്കിയപ്പോൾ കൈ പെട്ടെന്ന് പിൻവലിച്ചിട്ട് കുറേ സമയം അങ്ങനെ വെച്ചിരുന്നതിന്റെ ബുദ്ധിമുട്ടാണെന്ന രീതിയിൽ കൈ തിരിക്കുകയും പിരിക്കുകയും ഒക്കെ ചെയ്യുന്നു. വീട്ടിലെത്തിയിട്ടും വിളിക്കാതിരുന്ന എന്താണെന്ന് അവൾ ചോദിച്ചപ്പോൾ ഇവിടെ എത്തിയതേ ഉള്ളൂ എന്നവൻ പറയുന്നു. ഇങ്ങനെ കൊണ്ടുവിട്ടതിന് പകരമായി ഒന്ന് ട്രീറ്റ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അത് മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. സമയം കാണുമെന്ന് അവൾ ചോദിക്കുന്നു. റൊമാൻസ് പറ്റിയ അറ്റ്മോസ്ഫിയർ ആയിരുന്നുകൊണ്ട് അതിനെക്കുറിച്ചായിരിക്കുമെന്ന് കരുതി അവൻ താല്പര്യത്തോടെ കേൾക്കാനിരുന്നതാണ്. അപ്പോഴാണ് സ്പെഷ്യൽ ഇന്റർവ്യൂവിനെ കുറിച്ച് അവൾ പറഞ്ഞത്. അത് കേട്ടതും അവൻ ദേഷ്യം വരുന്നു. നിനക്ക് ഒരു അപ്പോയിൻമെൻ്റ് ആണ് ആവശ്യമെങ്കിൽ അതിനെൻ്റെ അസിസ്റ്റന്റ് വഴി കോൺടാക്ട് ചെയ്താൽ മതി. എനിക്ക് കുറച്ച് തിരക്കുണ്ടെന്ന് പറഞ്ഞ് അവൻ പോകാൻ തിരക്ക് കൂട്ടുന്നു. അവളാകെ ചമ്മി പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. കുറച്ച് മുന്നോട്ട് നടന്നിട്ട് തിരിഞ്ഞു നോക്കി നിന്ന് എനിക്കിത് എന്തിൻ്റെ കേടായിരുന്നു, നല്ല മൂഡ് ഞാനായിട്ട് തന്നെ നശിപ്പിച്ചെന്നൊക്കെ അവൾ വിഷമിക്കുന്നു. അവൾ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന കണ്ടപ്പോൾ താൻ ചെല്ലാനായിരിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ അവൻ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയതാണ്. പക്ഷെ അപ്പോഴേക്കും അവൾ മുന്നോട്ട് നടക്കുന്നു. അവൻ പതുക്കെ ഡോർ തിരിച്ചടച്ച് വണ്ടി എടുക്കാൻ പറയുന്നുണ്ട്. അവന്റെ കമ്പനി ഈ വഴിയല്ലോ, ഓപ്പോസിറ്റ് ഡയറക്ഷൻ അല്ലേ. ഇത്ര തിരക്കുള്ള ദിവസമായിട്ടും അവൻ എന്നെ കൊണ്ട് വിടാൻ വേണ്ടി ഇവിടെ വരെ വന്നു. എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് അതൊക്കെ എന്നോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കുമല്ലോ എന്നൊക്കെ അവൾക്ക് വെളിവ് വീണത് അത് കഴിഞ്ഞപ്പോഴാണ്. അതിന്റെ സന്തോഷത്തോടെയാണ് അവൾ അകത്തേക്ക് കയറിപ്പോയത്. പക്ഷെ വീടിനകത്ത് ചെന്നപ്പോഴേക്കും ഷിയയുമായി ഫ്ലർട്ട് ചെയ്തതിന് ശേഷമാണ് അവൻ എന്നെ ഇവിടെ കൊണ്ടുവിട്ടത്. അതിന്റെ അർത്ഥം അവൻ ഒരേ സമയത്ത് രണ്ടുപേരെയും വളയ്ക്കാൻ നോക്കുകയാണെന്നാണ് എന്നൊക്കെ ചിന്തിച്ച് അവൾക്ക് വീണ്ടും ദേഷ്യം കയറുന്നുണ്ട്. കുറേ സമയം അവൾ അതിനെക്കുറിച്ച് തന്നെ ചിന്തിക്കുന്നു. എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. ഞാൻ വേറെ പല ലക്ഷ്യത്തോടെയും കൂടിയാണല്ലോ അവനോട് അടുക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് അവൻ എന്നോട് നീതി കാണിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് ശരിയല്ല എന്നൊക്കെ അവൾ സമാധാനിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ എന്തൊക്കെ ഉദ്ദേശങ്ങളുണ്ടെങ്കിലും റിലേഷൻഷിപ്പിൽ താൻ 100% ആത്മാർത്ഥത കാണിക്കുമല്ലോ. അപ്പോൾ അവനും അത് തിരിച്ചു കാണിക്കേണ്ടേ എന്നൊക്കെ ചിന്തിച്ച് അടുത്ത ദിവസം തന്നെ അവൾ അസ്വസ്ഥയാകുന്നുണ്ട്. ഓഫീസിൽ തിരിച്ചെത്തിയ ഷിയാൻ ജോലിയിൽ മുഴുകുന്നുണ്ടെങ്കിലും ഷുയി എന്തെങ്കിലും മെസ്സേജ് അയക്കുന്നുണ്ടോ എന്ന് ഇടയ്ക്ക് ഫോണിൽ നോക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും ഒരു സമാധാനവും കിട്ടാതെ ഫ്രണ്ട്സിനെ വിളിക്കുന്നു. അവർ രണ്ടുപേരും കൂടി പ്രസ് കോൺഫറൻസ് ഒക്കെ കഴിഞ്ഞ് ഒരുമിച്ചുള്ള ഒരു കോൺഫറൻസിലായിരുന്നു. അത് കാരണം ഡ്രിങ്ക്സ് കഴിക്കാൻ വിളിച്ചിട്ട് രണ്ടുപേരും താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഫോൺ കട്ട് ചെയ്യുന്നു. കുറച്ച് കഴിഞ്ഞ് വൈൻ കഴിച്ചുകൊണ്ട് കിടക്കുമ്പോൾ ഗുവാൻജി വിവാഹത്തെക്കുറിച്ച് ചെറുതായി സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ നമ്മളെപ്പോലെ ഫ്രീ ആയിട്ട് നടക്കാൻ താല്പര്യപ്പെടുന്നവർ വിവാഹം കഴിച്ചാൽ ശരിയാവില്ല എന്ന് പറഞ്ഞ് അവൾ ആ ടോപ്പിക്ക് പെട്ടെന്ന് അവസാനിപ്പിക്കുന്നു. യുവിനെ കോൺടാക്ട് ചെയ്യാൻ എന്താണ് വഴിയെന്ന് ചിന്തിച്ചുകൊണ്ടാണ് അടുത്ത ദിവസം ഷിയ ഓഫീസിലേക്ക് ചെന്നത്. അവൾ ചെല്ലുമ്പോൾ കോഫി കുടിച്ചുകൊണ്ടിരിക്കുന്ന ഷുയി കൂട്ടത്തിൽ ഷിയാനെ കുറ്റം പറയുന്നുണ്ട്. താൻ കാരണം അങ്കിൾ അവളെ വെള്ളം കുടിപ്പിക്കുന്നതുകൊണ്ടാണ് അവൾക്ക് ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടേണ്ടി വരുന്നത് എന്ന് ഷിയ ഇപ്പോഴും വിചാരിക്കുന്നു. ആ സമയത്ത് ഷിയുടെ അമ്മ വിളിച്ചിട്ട് അവരുടെ ഫ്രണ്ടിന്റെ മകനുമായി മീറ്റ് ചെയ്യുന്ന കാര്യം അവളോട് പറയുന്നു. ഇപ്പോൾ ഒരാളുമായിട്ട് ബ്രേക്കപ്പ് ആയതല്ലേ ഉള്ളൂ, കുറച്ച് ഗ്യാപ്പ് തന്നൂടെ, ജോലിയുടെ തിരക്കൊക്കെ കഴിയുമ്പോൾ പോയി കണ്ടോളാം എന്ന് പറഞ്ഞ് അവൾ ഫോൺ വെക്കുന്നു. ഷിയ ഇതെല്ലാം കേൾക്കുന്നുണ്ട്. അന്നത്തെ മെയിൻ മീറ്റിംഗിൽ മാഗസിന്റെ ട്രിബുലേഷൻ കിട്ടിയതിനെ കുറിച്ച് ചീഫ് പറയുന്നു. ഷിയാന്റെ ഇന്റർവ്യൂ വളരെ നല്ല റിസൾട്ടാണ് നൽകിയത്. എല്ലാവരും ഷിയെ കണ്ടുപിടിക്കണമെന്നൊക്കെ പറഞ്ഞ് അവളെ കുറെ പുകഴ്ത്തുന്നുമുണ്ട്. എല്ലാവരും കൈയടിക്കുന്ന കൂട്ടത്തിൽ യുലിങ് കൈയടിക്കുന്നുണ്ടെങ്കിലും അത് വല്ലാത്തൊരടിയാണ്. കുറെ കഴിഞ്ഞ് ഷുയി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് യുലിങ്ങിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ടീമും കൂടി അവളുടെ അടുത്തേക്ക് ചെന്ന് അന്നത്തെ ഡിന്നർ അവളുടെ വകയായിരിക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഷുയി കേട്ടതായി പോലും ഭാവിക്കാതെ ജോലിയിൽ മുഴുകിയിരിക്കുകയാണ്. അപ്പോഴേക്കും യുലിങ്ങും അങ്ങോട്ടേക്ക് വന്ന് അവളോട് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോഴും ഷുയിക്ക് യാതൊരു മൈൻഡുമില്ല. ഓഫീസിലെ എല്ലാവരും അവളെ തന്നെ ശ്രദ്ധിക്കുകയാണ്. യുലിങ് മേശപ്പുറത്ത് തട്ടി വിളിച്ചപ്പോഴാണ് അവർ അവിടെ നിൽപ്പുണ്ടെന്ന് അവൾ അറിയുന്നത്. അവൾ വേഗം ഹെഡ്ഫോൺ എടുത്ത് മാറ്റിയിട്ട് വിവരം അന്വേഷിക്കുന്നു. നോയ്സ് ഡിസ്റ്റർബൻസ് ഉണ്ടാവാത്ത വിധത്തിലുള്ള ഹെഡ്ഫോൺ വെച്ചിരിക്കുന്നത് കൊണ്ട് അവൾ പറഞ്ഞൊന്നും കേട്ടില്ല എന്ന് പറഞ്ഞപ്പോഴാണ് താൻ ജോയിൻ ചെയ്ത ദിവസം അവളെ വിളിച്ചപ്പോൾ കേൾക്കാതിരുന്ന ഇതുകൊണ്ട് തന്നെ ആയിരിക്കണമെന്ന് ഷിയയ്ക്ക് മനസ്സിലാകുന്നത്. ഷുയി എല്ലാവരെയും ഡിന്നറിന് ട്രീറ്റ് ചെയ്യാൻ സമ്മതിക്കുന്നുണ്ട്. അവർക്ക് ഇഷ്ടമുള്ള സ്ഥലം തിരഞ്ഞെടുത്തോളാൻ പറയുന്നു. താൻ അവളെ വല്ലാതെ തെറ്റിദ്ധരിച്ചു പോയല്ലോ എന്നോർത്ത് ഷിയെ ആകെ വിഷമിക്കുന്നു. അത് കാരണമാണ് അങ്കിൾ അവളെ പാടുപെടുത്തുന്നതെന്ന് ഓർത്തപ്പോൾ അവൾക്ക് ശരിക്കും കുറ്റബോധം തോന്നുന്നുണ്ട്. രാത്രി വീട്ടിലെത്തിയപ്പോഴും അവൾ അതിനെക്കുറിച്ച് തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഷിയാൻ ഓഫീസിൽ നിന്ന് ചെന്നപ്പോൾ അവളുടെ ഇരിപ്പ് ശ്രദ്ധിക്കുന്നു. അവൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നപ്പോഴും അവൾ അങ്ങനെ തന്നെ ഇരിക്കുന്നത് കണ്ട് അവൻ അടുത്ത് ചെന്നിരുന്ന് എന്താണ് കാര്യമെന്ന് അന്വേഷിക്കുന്നു. ഷിയെ തെറ്റിദ്ധരിച്ചതിനെ കുറിച്ച് അവൾ പറയുന്നു. പക്ഷെ നേരിട്ട് ചെന്ന് ക്ഷമ ചോദിക്കാൻ വയ്യ. പിന്നെ എന്ത് ചെയ്യണമെന്നാണ് ഈ ആലോചിച്ച് കൂട്ടുന്നത്. എനിക്ക് പകരം അങ്കിൾ ക്ഷമ പറഞ്ഞാലോ എന്നവൾ ചോദിക്കുന്നുണ്ട്. പക്ഷെ അവൾ ആയിട്ടുണ്ടാക്കിയ കുഴപ്പമല്ലേ, അതുകൊണ്ട് അവൾ തന്നെ പരിഹാരം കണ്ടാൽ മതി എന്ന് പറഞ്ഞ് ഷിയാൻ എഴുന്നേറ്റ് പോകുന്നു. ഷിയെ കുറച്ചു നേരം ആലോചിച്ചിട്ട് അവളുടെ വീചാറ്റ് ഐ ഡി ഒന്ന് അയച്ചു തരാമെന്ന് ഞാനും മെസ്സേജ് അയക്കുന്നുണ്ട്. ഷുയി ഈ സമയം റുവയ്ക്കൊപ്പമായിരുന്നു. ഷിയാന് ഷിയെ അറിയാം. അവളുടെ കാര്യത്തിൽ നല്ല താല്പര്യമുണ്ടെന്നൊക്കെ ഷുയി പറഞ്ഞപ്പോൾ അവൾക്ക് ഹയർ ലെവലിലുള്ള ഒരുമാതിരി എല്ലാ ആൾക്കാരെയും അറിയാമല്ലോ എന്ന് ഗുവാൻജിക്കൊപ്പം അവളെ കടത്തിനെ കുറിച്ച് ഓർത്തുകൊണ്ട് റുവ പറയുന്നു. ഇങ്ങനെ ഹയർ കണക്ഷൻ ഉള്ളതുകൊണ്ടായിരിക്കണം അന്ന് നിനക്ക് ഇൻവിറ്റേഷൻ സുഖമായി ഒപ്പിച്ചു തന്നതെന്നും അവൾ പറയുന്നു. ഷുയിക്ക് അവരുടെ കാര്യം ആലോചിച്ചിട്ടുള്ള അസൂയാണോ എന്ന് അവൾ ചോദിച്ചപ്പോൾ ആദ്യം സമ്മതിക്കുന്നില്ലെങ്കിലും ഷിയാനോട് കുറച്ച് ഫീലിംഗ്സ് ഉണ്ട് എന്ന് അവൾ സമ്മതിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ളവരുമായി ഒരു പരിധിക്കപ്പുറം ഒരു ഫീലിംഗ്സും പാടില്ല എന്ന് നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ. പ്രൊഫഷനും റിലേഷനും ഒക്കെ ഒരുമിച്ച് ആക്കിയാൽ അത് പല കുഴപ്പങ്ങളും ഉണ്ടാക്കും. അതുകൊണ്ട് ആവശ്യമില്ലാത്ത ഫീലിംഗ്സ് ഒന്നും ഇല്ലാതിരിക്കുന്നതാണ് നല്ലത് എന്നൊക്കെ റുവ അവളെ ഉദ്ദേശിക്കുന്നു. നീ പറയുന്നതൊക്കെ എനിക്കറിയാം, പക്ഷേ റിലേഷൻഷിപ്പിന്റെ കാര്യം വരുമ്പോൾ എന്റെ ഹൃദയം പറയുന്നത് കേൾക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്ന് ഷുയി അപ്പോൾ പറയുന്നുണ്ട്. ഷിയ ഈ സമയം ഷുയിയെ വീചാറ്റിൽ ആഡ് ചെയ്യണോ വേണ്ടേ എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു. അവൾ അവിടെ ഇരുന്ന് ബഹളം ഉണ്ടാക്കുന്നത് കേട്ട് ഇനി ശബ്ദം ഉണ്ടാക്കിയാൽ ചവിട്ടി പുറത്താക്കുമെന്ന് ഷിയാൻ ഭീഷണിപ്പെടുന്നു. അവൻ അപ്പോഴും എന്തൊക്കെ ജോലിയിലാണെങ്കിലും ഇടയ്ക്കിടെ ഫോൺ എടുത്ത് ഷുയി മെസ്സേജ് ചെയ്യുന്നുണ്ടെന്ന് നോക്കുന്നുണ്ട്. ഷുയി അവരുടെ ഫേവറേറ്റ് സിംഗർ ലീലാൻ്റെ ഒരു ഇന്റർവ്യൂ കാണുകയായിരുന്നു. ആ സമയം അവരുടെ കരിയറിന്റെ 25th ആനിവേഴ്സറി ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി ഒരു മ്യൂസിക് പ്രോഗ്രാം സംഘടിപ്പിക്കുന്നതിനെ കുറിച്ചുള്ള പ്രസ് മീറ്റ് ആയിരുന്നു.
റുവോയും ഇന്റർവ്യൂ ചെയ്യുന്ന കൂട്ടത്തിലുണ്ട്. ആ ന്യൂസ് കണ്ടു കഴിഞ്ഞപ്പോൾ പ്രോഗ്രാമിന് പോകാൻ ഷിയാനെ കൂടി ക്ഷണിച്ചാലോ എന്ന് ഷീ ചിന്തിക്കുന്നു. അവനും അവരുടെ ഫാനാണെന്നാണല്ലോ അവൾ വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെ മെസ്സേജ് അയക്കാൻ തുടങ്ങുന്നു. പക്ഷേ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, എന്നെ വീചാറ്റിൽ ആഡ് ചെയ്താൽ ചിലപ്പോൾ ഉറങ്ങാൻ പറ്റിയേക്കും എന്നാണ് അവൾ മെസ്സേജ് അയച്ചത്. അവൻ ഫോണിൽ പെർമിഷൻ നൽകാനുള്ള സെറ്റിംഗ്സ് ചേഞ്ച് ചെയ്തെങ്കിലും അവൾ ആഡ് ചെയ്യട്ടെ എന്ന് കരുതി വെയിറ്റ് ചെയ്തതേ ഉള്ളൂ. കുറച്ച് കഴിഞ്ഞപ്പോൾ ആരും അവളുമായി ചാറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. ഷിയാന്റെ പേരിന്റെ ഷോർട്ടായിരിക്കും അതെന്ന് ചിന്തിച്ച അവൾ അത് അവൻ തന്നെയാണെന്ന് വിചാരിച്ച് അപ്പോൾ തന്നെ റിപ്ലൈ നൽകാൻ തുടങ്ങുന്നു. അവന്റെ DP കണ്ടപ്പോൾ പെൺപിള്ളേരുടെ രജിസ്റ്റർ പോലെ ഉണ്ടല്ലോ എന്ന് സംശയം തോന്നുന്നുണ്ടെങ്കിലും അതൊന്നും വലിയ കാര്യമാക്കാതെ അവൾ കാര്യമായി ചാറ്റ് ചെയ്യുകയാണ്. അവസാനം നീ എന്നെ ആഡ് ചെയ്തല്ലോ, ഉറങ്ങാൻ പോവുകയായിരുന്നു എന്നൊക്കെ അവൾ ചോദിക്കുന്നുണ്ട്. പക്ഷേ പതിവ് പോലെ അവന്റെ മറുപടി ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. പ്രോഗ്രാമിന്റെ ടിക്കറ്റ് അയച്ചു കൊടുത്തിട്ട് നാളെ ഫ്രീ ആണെങ്കിൽ എനിക്കിപ്പോൾ ഇതിന് വരാമോ എന്ന് അവൾ ചോദിച്ചപ്പോൾ അവൻ ഓക്കെ പറയുന്നു. ഇത്ര സ്മൂത്തായി കാര്യങ്ങൾ നടന്നതിന്റെ സന്തോഷത്തിലാണ് അവൾ അന്ന് ഉറങ്ങാൻ കിടന്നത്. ലീലാന്റെ ഇന്റർവ്യൂ ന്യൂസ് കണ്ടു കഴിഞ്ഞപ്പോൾ റുവോയെ പ്രോഗ്രാം കാണാൻ വിളിച്ചാലോ എന്ന് ചിന്തിച്ച് ഗുവാൻജി ഫോൺ കയ്യിലെടുത്താണെങ്കിലും പിന്നെ വേണ്ടത് വെക്കുന്നു. അതേസമയത്ത് തന്നെ നമുക്ക് ഒരുമിച്ച് പ്രോഗ്രാമിന് പോലെ എന്ന് ചോദിച്ച് റുവോ അവന് മെസ്സേജ് അയക്കുന്നുണ്ട്. അവൻ ഒരു സെക്കൻഡ് പോലും താമസിക്കാതെ ഓക്കെ പറയുന്നു. ഷിയാൻ പാതിരാത്രി വരെ ഷുയി തന്നെ ആഡ് ചെയ്യുന്നതും പ്രതീക്ഷിച്ച് ഫോൺ കൈ പിടിച്ചിരിക്കുകയാണ്. പക്ഷെ ഒന്നും സംഭവിക്കത്തന്നെയില്ല. അവൻ ആകെ നിരാശനാകുന്നു. അപ്പോഴാണ് നാളെ ഉച്ചയ്ക്ക് ശേഷം ഗോൾഫ് കളിക്കാൻ പോകാൻ സമയമുണ്ടെന്ന് ചോദിച്ച് ആരോ അവന് മെസ്സേജ് അയച്ചത്. അടുത്ത ദിവസം പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്ത് ഷിയാനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ അവൻ വലിയ സ്റ്റൈലിൽ അവളുടെ അടുത്തേക്ക് നടന്നു വരുന്നു. അവന്റെ സൗന്ദര്യം കണ്ട് പരിസരം പോലും മറന്നങ്ങനെ നിൽക്കുമ്പോഴാണ് അവൻ ഫോൺ എടുത്ത് TD എന്ന് അവളെ കാണിച്ചത്. ഷിയാൻ തന്നെ ടെർമിനേറ്റ് ചെയ്തു എന്ന് സ്വപ്നം കണ്ട് പേടിച്ചുറന്ന ഷുയിക്ക് സ്വപ്നമാണെന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് ആശ്വാസമായത്. അവൾ ഉടനെ തന്നെ ഫോൺ എടുത്ത് അവന് മെസ്സേജ് അയക്കാൻ തുടങ്ങുന്നു. അപ്പോഴാണ് ഇന്ന് എനിക്കൊരു ഡേറ്റ് ഉണ്ട്, അതുകൊണ്ട് തമ്മിൽ മീറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് റുവോ മെസ്സേജ് അയച്ചിരിക്കുന്ന അവൾ കണ്ടത്. എനിക്കും ഒരു ഡേറ്റ് ഉണ്ട്, അതുകൊണ്ട് എനിക്ക് സമയമില്ല എന്നവൾ റിപ്ലൈ കൊടുക്കുന്നു. അതിനുശേഷം ഷിയാനെ ഒരു ഹേട്ടൊക്കെ അയച്ചിട്ട് ഇന്നത്തെ പ്രോഗ്രാമിന്റെ കാര്യം മറന്നു പോകരുത് എന്നൊരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. ഒരുമിച്ച് ഡിന്നർ കഴിക്കാൻ പോയാലോ എന്നവൾ ചോദിക്കാൻ തുടങ്ങിയതാണ്. പിന്നെ ഓവറാക്കണ്ട എന്ന് കരുതി തൽക്കാലം ചാറ്റിംഗ് മതിയാക്കി അവൾ എഴുന്നേറ്റ് പോയി റെഡിയാക്കാൻ തുടങ്ങുന്നു. വൈകിട്ട് നന്നായി ഒരുങ്ങി പറഞ്ഞിരുന്ന സമയത്തിന് മുമ്പ് തന്നെ അവൾ പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തെത്തുന്നു. ഷിയാനും അങ്ങോട്ടേക്ക് പുറപ്പെടുന്നുണ്ട്. ഫാൻസ് തലയിൽ വെക്കുന്ന 2 ബോയൊക്കെ വാങ്ങി ഷിയാനത് തലയിൽ വെച്ച് തരുന്നതൊക്കെ സ്വപ്നം കണ്ടുകൊണ്ട് അവനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പ്രോഗ്രാം തുടങ്ങാൻ സമയമായി. എല്ലാവരും അകത്തേക്ക് കയറിയപ്പോഴാണ് ഒരു ഫെറാറി അവിടെ കൊണ്ട് നിർത്തിയത്. അവനായിരിക്കുമെന്ന് കരുതി അവൾ സന്തോഷത്തോടെ ഓടി അടുത്തേക്ക് ചെല്ലുന്നു. വണ്ടിയിൽ നിന്നിറങ്ങിയ ഷിയയെ കണ്ടപ്പോൾ അവൾ ഇവിടെ എങ്ങനെ എത്തിയെന്ന് ഓർത്ത് ഷുയി അമ്പരക്കുന്നു. പിന്നീട് സംസാരിച്ചപ്പോഴാണ് ഷിയാനാണ് എന്ന് കരുതി താൻ ചാറ്റ് ചെയ്തുകൊണ്ടിരുന്ന SY അവളാണ് എന്ന് ഷുയി അറിയുന്നത്. അവൾ എത്രത്തോളം ചമ്മിയെന്ന് പറയണ്ടല്ലോ, ക്ഷണിച്ചു വരുത്തിയല്ലേ, അപ്പോൾ അവൾക്കൊപ്പം പ്രോഗ്രാം കണ്ടല്ലേ പറ്റും. അതുകൊണ്ട് ഷുയിക്ക് അവൾക്കൊപ്പം അകത്തേക്ക് പോകേണ്ടി വരുന്നു. എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു, എല്ലാം തീർന്നു. ഷിയാൻ മുൻനിരയിൽ തന്നെ ഇരുന്ന് പ്രോഗ്രാം കാണുന്നുണ്ടെങ്കിലും അവർ തമ്മിൽ കാണുന്നില്ല. യുവും റുവോയും ഗുവാൻജിയും എല്ലാം പല വഴിക്ക് അവിടെ തന്നെയുണ്ട്. ഷിയാന്റെ പോയി പ്രോഗ്രാം കാണുന്ന സ്വപ്നം കണ്ടിട്ട് അവസാനം ജൂനിയറിനൊപ്പം ഇരിക്കേണ്ടി വന്നതോർത്ത് അവൾ നെടുവീർപ്പെട്ടപ്പോൾ എന്ത് പറ്റിയെന്ന് ഷിയ അന്വേഷിക്കുന്നു. ഈ പാട്ട് വളരെ സാഡാണ്, അതുകൊണ്ട് കേട്ടപ്പോൾ വിഷമം തോന്നുന്നു എന്ന് പറഞ്ഞ് അവൾ പിടിച്ചു നിൽക്കുന്നു. ഷുയി എക്സുമായി ബ്രേക്കപ്പായി വിവരം കഴിഞ്ഞ ദിവസം ഷിയെ കേട്ടിരുന്നില്ല. അതിന്റെ വിഷമമായിരിക്കും എന്ന് കരുതി അവൾ അതിനെക്കുറിച്ച് ചോദിക്കുന്നു. അക്കാര്യത്തിൽ എനിക്ക് വിഷമമൊന്നുമില്ല, ഞങ്ങൾ ബ്രേക്കപ്പായിട്ട് 1 മാസം കഴിഞ്ഞു. അതുമാത്രമല്ല അവനെ ചീറ്റ് ചെയ്യുകയായിരുന്നു. ഒരു പണക്കാരിയെ കണ്ടപ്പോൾ അവൻ എന്നെ തേച്ചിട്ട് പോയതാണ്. അവൾക്ക് റിച്ചായിട്ടുള്ളൊരു അങ്കിളുണ്ട്, അതിന്റെ പവറാണ് എന്നൊക്കെ ഷുയി പറയുന്നു. അവരുടെ സംസാരത്തിലെ മെയിൻ കഥാപാത്രം ഷിയയാണെന്ന് രണ്ടുപേരും അറിയുന്നില്ല. അവൾ മോശക്കാരിയാണെങ്കിലും അവളുടെ അങ്കിളുമായി അടുത്തിടപഴകാൻ എനിക്ക് അവസരം കിട്ടിയിരുന്നു. കൂടുതൽ അറിഞ്ഞപ്പോൾ അങ്കിൾ വളരെ നല്ലവനാണെന്നാണ് തോന്നിയത്. അതുകൊണ്ട് എനിക്ക് അവനോട് ചെറിയ താല്പര്യമുണ്ട് എന്നൊക്കെ ഷുയി പറഞ്ഞപ്പോൾ അവനെ ഇഷ്ടപ്പെട്ടെങ്കിൽ കൂടുതൽ ആലോചിക്കാതെ മുന്നോട്ട് പോകാൻ പറഞ്ഞ് ഷിയ അവൾക്ക് ധൈര്യം നൽകുന്നു. പ്രോഗ്രാം ഗംഭീരമായി തന്നെ നടക്കുന്നു. പ്രോഗ്രാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഷിയ യാത്ര പറഞ്ഞ് പോകുന്നു. ഷുയി അപ്പോൾ തന്നെ ഫോണിൽ ഷിയാന്റെ പേരിൽ സേവ് ചെയ്തിരുന്ന നമ്പർ അവളുടെ പേരിലേക്ക് മാറ്റുന്നു. ഷിയെ വണ്ടിയിൽ കയറി കഴിഞ്ഞപ്പോഴാണ് യു പ്രോഗ്രാം കഴിഞ്ഞ് ഇറങ്ങി വരുന്നത് കണ്ടത്. ശരിക്കും അന്ന് അവിടെ പ്രോഗ്രാം നടത്തിയ സോങ് ലീലാൻ അവളുടെ അമ്മയും ഷിയാന്റെ സിസ്റ്ററുമാണ്. യു അമ്മയുടെ ഫാനാണെന്ന് കരുതി ഷിയ അപ്പോൾ തന്നെ ഷോപ്പിൽ നിന്ന് കിട്ടാത്ത ലിമിറ്റഡ് എഡിഷൻ ആയിട്ടുള്ള അമ്മയുടെ കുറച്ച് ആൽബങ്ങൾ എനിക്ക് തരണം എന്ന് പറഞ്ഞ് അമ്മയ്ക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. യു ഷിയെ മീറ്റ് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. അവന്റെ ഇന്റർവ്യൂവിനുള്ള ക്വസ്റ്റ്യന്റെ ഔട്ട്ലൈൻ അവൾ അയച്ചു കൊടുത്തിരുന്നു. അത് വായിച്ചു നോക്കിയിരുന്നു. ഓക്കെ ആണെങ്കിൽ ഇന്റർവ്യൂ ടൈം ഫിക്സ് ചെയ്യാമോ എന്നവൾ ചോദിക്കുന്നു. അവൻ ആ ആഴ്ച തന്നെ അവൾക്കൊരു ഡേറ്റ് നൽകുന്നുണ്ട്. അവർ സംസാരിച്ച് നിൽക്കുന്നത് കണ്ടുകൊണ്ടാണ് ഷിയാൻ പുറത്തേക്ക് ഇറങ്ങി വന്നത്. യു അപ്പോൾ തന്നെ യാത്ര പറഞ്ഞ് പോകുന്നുണ്ടെങ്കിലും അവൻ്റെ ഒപ്പം ആയിരിക്കണം അവൾ പ്രോഗ്രാം കാണാൻ വന്നത് എന്ന് അവൻ വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവളുടെ അടുത്തേക്ക് പോകാതെ അവൻ വണ്ടി എടുക്കാനായി പോകുന്നു. ഷീ വണ്ടിക്കായി പോകുമ്പോഴാണ് അവൻ വണ്ടി അവളുടെ മുന്നിൽ കൊണ്ട് നിർത്തിയത്. എപ്പോഴും വരാറുള്ള വണ്ടി അല്ലാത്തത് കൊണ്ട് അവൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കുന്നില്ല. വണ്ടിയുടെ നമ്പറൊക്കെ നോക്കിയ ശേഷം അകത്തേക്ക് നോക്കിയപ്പോഴാണ് അവനാണെന്ന് അവൾ അറിയുന്നത്. താൻ വണ്ടിയിൽ കയറാനാണ് അവൻ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായെങ്കിലും പെട്ടെന്ന് അങ്ങനെ കയറിയാൽ വില പോകില്ല. അതുകൊണ്ട് അവൾ വണ്ടിക്ക് അടുത്തേക്ക് നടന്നിട്ട് പെട്ടെന്ന് കാലൊളിക്കുന്നത് പോലെ അഭിനയിക്കുന്നു. നീ കാരണമാണ് എനിക്കിങ്ങനെ സംഭവിച്ചത്. നിന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് റോഡിൽ ശ്രദ്ധിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നീ ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്ന് അവൾ പറയുന്നു. അവൻ വന്ന് ഡോർ തുറന്നു കൊടുക്കണം, അതാണ് അവളുടെ ആവശ്യം. ആ സമയത്ത് അവൾ ബുക്ക് ചെയ്ത ടാക്സിക്കാരൻ വന്നിട്ട് അവൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് വിളിച്ച് ചോദിക്കുന്നു. അയാളോട് സംസാരിക്കുന്ന കൂട്ടത്തിൽ അറിയാതെ അവൾ കുറച്ച് മുന്നോട്ട് നടക്കുന്നുണ്ട്. അവളുടെ കാലിനൊരു കുഴപ്പമില്ല എന്നവന് മനസ്സിലാകുന്നു. അത് കാരണം പെട്ടെന്ന് ദേഷ്യം വന്ന് അവൻ വണ്ടി എടുത്ത് പോകുന്നുണ്ട്. അവൻ പോകുന്നത് കണ്ടുകൊണ്ട് അവൾ വണ്ടിക്ക് പുറകെ ഓടുന്ന സമയത്ത് അവളുടെ കാല് ശരിക്കും മുളുക്കുന്നു. ഷിയാൻ വണ്ടിയുടെ ഗ്ലാസ്സിലൂടെ ഇത് കാണുന്നുണ്ട്. അവൾ ഞൊണ്ടി പോകുന്നത് കണ്ടപ്പോൾ അവന് കഷ്ടം തോന്നുന്നു. അവനങ്ങനെ തന്നെ വഴിയിലാക്കി പോയതിൻ്റെ ദേഷ്യത്തിൽ അവൾ അവനെ കുറ്റം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നിൽക്കുമ്പോഴാണ് അവൻ വീണ്ടും വണ്ടി അവളുടെ അടുത്തുകൊണ്ട് നിർത്തിയത്. അവൾ പറഞ്ഞുകൊണ്ടിരുന്നതിൻ്റെ അവസാന ഭാഗമൊക്കെ അവനും കേട്ടിരുന്നു. അതിൻ്റെ ബാക്കി പറയാൻ അവൻ പറയുന്നു. ഷിയാക്ക് ചമ്മി നിൽക്കുകയാണ്. വണ്ടിയിൽ നിന്ന് വിശദമായി പറയാം എന്നവൾ പറഞ്ഞപ്പോൾ കയറിക്കോളാൻ അവൻ പറയുന്നു. പക്ഷേ വണ്ടിയിൽ ഇരിക്കുമ്പോഴും നേരത്തെ എന്താണ് പറഞ്ഞതെന്ന് വിശദീകരിക്കാൻ പറ്റിയ ഒരു ഉത്തരം അവൾക്ക് കിട്ടുന്നില്ല. അവൻ അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ എൻ്റെ കാര്യം നന്നായി വേദനിക്കുന്നു, പൊട്ടലുണ്ടെന്നാണ് തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞ് അവൾ നമ്പർ എടുക്കുന്നു. അവൻ അവളെ നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ ചെന്നപ്പോഴും വണ്ടിയിൽ നിന്ന് ഇറങ്ങി നടക്കാൻ വയ്യ എന്ന് പറഞ്ഞ് അവൾ വീണ്ടും നമ്പർ എടുക്കുന്നു. ഓവർ ആക്കരുത് എന്ന് പറഞ്ഞ് അവൻ വഴക്ക് പറഞ്ഞപ്പോൾ ഞാൻ പറയുന്നത് സത്യം തന്നെയാണ്. ഈ ഹീൽസ് ഇട്ടുകൊണ്ട് നടക്കുന്നവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ.
നീ ഇതുവരെ ഇട്ടിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അവൾ തർക്കിക്കുന്നു. അവസാനം അവൻ അവളെ കോരിയെടുത്ത് അകത്തേക്ക് കൊണ്ടുപോകുന്നു. ഷുയി തോളിലൂടെ കൈയിട്ട് അവനെ ചേർത്ത് പിടിച്ച് ആ യാത്ര ശരിക്കും എൻജോയ് ചെയ്യുന്നു. ഹോസ്പിറ്റലിനകത്ത് കയറി കഴിഞ്ഞപ്പോഴാണ് ഈ ആംഗിളിൽ നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് എന്ന് നിന്റെ എക്സ് ഗേൾ ഫ്രണ്ട് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്ന് അവൾ ചോദിച്ചത്. നിനക്ക് നല്ല വെയിറ്റ് ഉണ്ടെന്ന് നിന്റെ എക്സ് ബോയ് ഫ്രണ്ട് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്നാണ് അവൻ മറുപടിയായി ചോദിച്ചത്. അതിനവൻ എന്നെ ഇങ്ങനെ എടുത്തിട്ടൊന്നുമില്ല, ആദ്യമായിട്ട് എന്നെ ഇങ്ങനെ എടുക്കുന്നത് നീയാണ്, നിനക്കതിനുള്ള യോഗ്യത ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ അവൾ ഗമിൽ പറയുന്നു. പിന്നെ അവൻ കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ അവളെയും കൊണ്ട് അകത്തേക്ക് പോകുന്നുണ്ട്. ഡോക്ടറുടെ മുന്നിൽ ഇരിക്കുമ്പോഴും അവനെ കാണിക്കാൻ വേണ്ടി അവൾ കുറച്ച് വേദന അഭിനയിക്കുന്നു. ഇത്രയ്ക്ക് വേദന വരാൻ സാധ്യതയില്ലല്ലോ എന്ന് ഡോക്ടർ പറഞ്ഞെങ്കിലും അവളത് സമ്മതിച്ചു കൊടുക്കുന്നില്ല. ഇടയ്ക്ക് അവൻ ഒരു കോൾ വന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയപ്പോൾ അവൾ അഭിനയം നിർത്തുന്നു. അപ്പോഴും ഡോക്ടർക്കും കാര്യം മനസ്സിലാകുന്നു. വലിയ പ്രശ്നമൊന്നുമില്ല, 2 ദിവസം റെസ്റ്റ് എടുത്താൽ മതി, പിന്നെ റെഡി ആയിക്കോളും എന്നവർ പറയുന്നു. നിന്റെ ബോയ് ഫ്രണ്ട് കാണാൻ സുന്ദരനാണെങ്കിലും വലിയ ദയുള്ള കൂട്ടത്തിലാണെന്ന് തോന്നുന്നില്ല, കല്ലിൻ്റെ ഹൃദയമാണെന്നാണ് തോന്നുന്നത് എന്ന് ഡോക്ടർ പറയുന്നുണ്ട്. അത് കേട്ടുകൊണ്ട് വരികയായിരുന്ന ഷിയാൻ അവൾ എന്താണ് മറുപടി പറയുന്നതെന്ന് അറിയാൻ പുറത്ത് തന്നെ വെയിറ്റ് ചെയ്യുന്നു. അവനെക്കുറിച്ച് അങ്ങനെയൊന്നും പറയരുത് എന്നവൾ പറഞ്ഞപ്പോൾ അവൻ ശരിക്കും സന്തോഷിക്കുന്നു. പക്ഷേ തൊട്ട് പുറകെ തന്നെ അവൻ്റെ ഹൃദയം കല്ലാണെന്നല്ല, അവന് ഹൃദയം ഇല്ല എന്ന് വേണം പറയാൻ എന്നവൾ പറയുന്നത് കേട്ടപ്പോൾ അവൻ ശരിക്കും ദേഷ്യം വരുന്നു. അവൻ അകത്തേക്ക് കയറാതെ തിരികെ വണ്ടിയുടെ അടുത്തേക്ക് പോകുന്നു. കുറച്ച് സമയം കഴിഞ്ഞിട്ടും അവനെ കാണാത്ത കാരണം ഷുയി വേദന കൊണ്ട് പൊളയുന്നതുപോലെ വീണ്ടും കരച്ചിൽ അഭിനയിക്കുന്നതൊക്കെ ഉണ്ട്. അപ്പോഴാണ് ഒരു സിസ്റ്റർ വീൽ ചെയർ കൊണ്ട് വന്നത്. അവളെ അതിൽ കയറ്റി അവൻ്റെ വണ്ടിയുടെ അടുത്തെത്തിയിരുന്നു. എന്നാലും എനിക്ക് വണ്ടിയിലേക്ക് നടന്നു കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവൾ അപ്പോഴും നമ്പർ ഇറക്കുന്നു. പാവം ഷിയാൻ അത് വിശ്വസിച്ച് അവളെ എടുത്തുകൊണ്ട് വണ്ടിയിലേക്ക് കയറ്റാനായി മുന്നോട്ട് നടന്നതാണ്. അപ്പോഴൊരു പൂച്ച അവളുടെ പ്ലാനെല്ലാം കുളമാക്കിയത്. ഒരു കറുത്ത പൂച്ച ഓടി വരുന്ന കണ്ട് ഷുയി പേടിച്ച് വീൽ ചെയറിലും ചാടി നിന്നിട്ട് അവനെ കെട്ടിപ്പിടിക്കുന്നു. അങ്ങനെ അവളുടെ കള്ളത്തരം പൊളിയുന്നു. ഇനി ഞാൻ വണ്ടിയിലേക്ക് എടുത്ത് കയറ്റണോ എന്ന് ചോദിച്ചപ്പോൾ അവൾ ഓടിപ്പോയി വണ്ടിയിൽ കയറുന്നു. ഷുയി നാണക്കേട് കാരണം അവനോടൊന്നും സംസാരിക്കാൻ പോലും കഴിയാത്ത വിധത്തിലാണ് അതിനുള്ളിൽ ഇരിക്കുന്നത്. ആ സമയത്താണ് ഗുവാഞ്ചി അവൻ്റെ ഫോണിലേക്ക് വിളിച്ചത്. ഡ്രൈവിങ്ങിലായതുകൊണ്ട് സ്പീക്കറിലിട്ടാൻ സംസാരിക്കുന്നു. അവൻ്റെ എക്സ് ഗേൾ ഫ്രണ്ട് ഫേമസ് ആയിട്ടുള്ള ഒരു ആക്ട്രസ്സാണ്. ബ്രേക്കപ്പ് ആയെങ്കിലും ഇപ്പോഴും അവളുമായി കോൺടാക്ട് എന്തെങ്കിലും ഉണ്ടോ? എൻ്റെ ഒരു ഫ്രണ്ടിനെ അവളെ അടുത്ത സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്, നിന്റെ റെക്കമെൻഡേഷൻ കിട്ടുമോ എന്നറിയാൻ വേണ്ടി എന്നെ വിളിച്ചിരുന്നു എന്ന് ഗുവാഞ്ചി ചോദിക്കുന്നു. അവളുടെ അഭിനയം മാത്രം പോരാ, ഇപ്പോൾ വണ്ടിയിൽ എൻ്റെ കൂടെയുള്ളത് അതിനേക്കാൾ മികച്ച ആക്ട്രസ്സാണെന്ന് ഷിയൻ മറുപടി പറഞ്ഞപ്പോൾ ഷിയുടെ അവസ്ഥ എന്താണെന്ന് പറയണ്ടല്ലോ. അവളുടെ എക്സ്പ്രഷൻ ഒന്ന് കാണാൻ തന്നെ ഉണ്ട്. അവൻ്റെ കൂടെ ഒരു ആക്ട്രസ് ഉണ്ട് എന്നറിഞ്ഞ് എങ്കിൽ ശല്യം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ഗുവാഞ്ചി അപ്പോൾ തന്നെ ഫോൺ വയ്ക്കുന്നു. ഷുയി ആകെ ചമ്മി നാറിയിരിക്കുകയാണ്. അവൻ്റെ എക്സ് ഗേൾ ഫ്രണ്ട് ഒരു ആക്ട്രസ് ആണെന്ന് അവൾ കേട്ടിരുന്നു. ഇപ്പോഴാണ് അവൾക്ക് അത് ഉറപ്പായത്. വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ അവൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അവൻ മികച്ച ആക്ട്രസ് എന്ന് തന്നെ പുകഴ്ത്തിയത് താൻ അവളേക്കാൾ നല്ലതാണെന്ന രീതിയിലാണോ എന്നൊക്കെ അവൾ പോസിറ്റീവായി ചിന്തിച്ച് നോക്കുന്നു. എന്തായാലും കാര്യങ്ങൾ ഇത്രയൊക്കെയായി, ഇനിയിപ്പോൾ പിന്തിരിയുന്ന പ്രശ്നമേ ഇല്ല എന്ന് ചിന്തിച്ച് അവൾ വീണ്ടും അവന് മെസ്സേജ് അയക്കാൻ തുടങ്ങുന്നു. അവൻ അവളെ വിട്ടിട്ട് നേരെ പോയത് ചേച്ചിക്കൊപ്പം ഡിന്നർ കഴിക്കാനാണ്. ഷിയയും അവിടെയുണ്ട്. അവൾ അമ്മയോട് ഷിയുടെ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അവൻ ചെന്നത്. ഷുയി എന്ന് അവൾക്കൊപ്പം ആണ് പ്രോഗ്രാം കാണാൻ പോയത് എന്ന് അവൻ അറിയുന്നു. പക്ഷേ ഷുയുടെ എക്സ്പ്രഷനിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്ന എന്നെ അല്ല എന്നാണ് ഫീൽ ചെയ്തത് എന്ന് ഷിയെ പറയുന്നത് കേട്ടപ്പോൾ ഷുയിക്ക് അബദ്ധം പറ്റിയതായിരിക്കണം എന്ന് ഷിയാൻ ഊഹിക്കുന്നു. ആ സമയത്താണ് ഹോസ്പിറ്റൽ ബില്ലിൽ തരാൻ മറന്നുപോയി എന്ന് പറഞ്ഞ് ഷുയുടെ മെസ്സേജ് അവന് കിട്ടിയത്. അവനത് വായിച്ച് ചിരിക്കുന്നത് കണ്ടപ്പോൾ അവൻ വീണ്ടും ഏതോ ആക്ട്രസുമായി അടുപ്പത്തിലായിരിക്കുകയാണ് എന്ന് ഷിയെ അമ്മയോട് വിളിച്ച് പറയുന്നു. അവൻ ആക്ട്രസിൻ്റെ കൂടെയാണെന്ന് ഗുവാഞ്ചി കുറച്ച് മുമ്പ് അവളെ വിളിച്ച് പറഞ്ഞിരുന്നു. അതൊന്നും സത്യമല്ല എന്ന് ഷിയാൻ പറഞ്ഞപ്പോൾ അങ്കിളിൽ എന്തോ ചുറ്റിക്കളി ഉണ്ടെന്ന് ഷിയെ പിന്നെയും പറയുന്നു. അമ്മ അവളെ വഴക്ക് പറഞ്ഞിട്ട് നിനക്ക് ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിയെ കണ്ടെത്തുകയാണെങ്കിൽ അവളെ നഷ്ടപ്പെടുത്താതിരിക്കാൻ ശ്രദ്ധിക്കണം എന്ന് അവനെ ഉപദേശിക്കുന്നു. അപ്പോഴാണ് അടുത്ത ദിവസം അവരുടെ ഒരു അങ്കിൾ ഒരു ഫാമിലി വിരുന്ന് നടത്തുന്ന കാര്യം ചേച്ചിക്ക് ഓർമ്മ വന്നത്. ഷിയാൻ്റെ ഒപ്പം പോകാൻ ആരുമില്ലാത്തത് കൊണ്ട് ഷിയെ കൂടി കൊണ്ടുപോകാൻ അവർ പറഞ്ഞെങ്കിലും അതിൻ്റെ ആവശ്യമില്ലാതെ പറഞ്ഞ് അവൻ ഒഴിയുന്നു. അവൾക്കും അവൻ്റെ ഒപ്പം പോകാൻ താല്പര്യമില്ല. വാഷ്റൂമിൽ പോവുകയാണെന്ന് പറഞ്ഞ് അവൻ ഇടയ്ക്ക് ഫോണും എടുത്തുകൊണ്ട് പുറത്തേക്ക് പോകുന്നുണ്ട്. അങ്കിൾ ആരുമായ പ്രണയത്തിലാണെന്നാണ് തോന്നുന്നത്. ആക്ട്രസ് ഏതാണെന്ന് കണ്ടുപിടിക്കണമെന്നൊക്കെ ഷിയെ മനസ്സിൽ ഉറപ്പിക്കുന്നു. ഷിയാൻ പൂർവ്വത്തിനടുത്ത് എന്ന് ഷിയെ വീചാറ്റിൽ ആഡ് ചെയ്യുന്നുണ്ട്. സംശയം തോന്നി അവൾ അപ്പോൾ തന്നെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അവൻ തന്നെ ആണോ എന്ന് ഇത്തവണ ചോദിച്ചുറപ്പിക്കുന്നു. ആണെന്ന് ഉറപ്പായപ്പോൾ അവൾക്ക് ശരിക്കും സന്തോഷമാകുന്നു. ഹോസ്പിറ്റൽ ബില്ല് എത്രയായി എന്ന് അവൾ ചോദിച്ചപ്പോൾ അവൻ ബില്ല് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു. ബില്ല് കണ്ട് അവളുടെ കണ്ണു തള്ളുന്നു. അത്ര വലിയ തുകയാകുമെന്ന് അവൾ തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല. ഇൻഷുറൻസ് ഉപയോഗിക്കാൻ പറ്റുമെന്ന് ചോദിക്കാൻ വന്നാണെങ്കിലും ദാരിദ്ര്യം കാണിക്കേണ്ടതെന്ന് കരുതി അവൾ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു. പക്ഷേ അവൻ അപ്പോൾ തന്നെ അത് തിരിച്ചു കൊടുക്കുന്നുണ്ട്. അവൾ സന്തോഷത്തോടെ നന്ദി പറഞ്ഞപ്പോൾ ഇന്നത്തെ ശമ്പളമായി കരുതിയാൽ മതിയെന്ന് അവൻ പറയുന്നു. എൻ്റെ ഓസ്കാർ ലെവൽ പെർഫോമൻസിന് ഇത്ര ചെറിയ തുകയുള്ളൂ എന്ന് അവൾ ചോദിക്കുന്നു. പിന്നെ എത്ര വേണമെന്ന് ചോദിച്ചപ്പോൾ നാളെ എനിക്കിപ്പോൾ ഡിന്നർ കഴിച്ചാൽ മതിയെന്ന് അവൾ റിപ്ലൈ നൽകുന്നു. അല്ലെങ്കിൽ നാളെ വിരുന്നിന് പോകാൻ വരുമോ എന്ന് അവൻ ചോദിക്കാനിരുന്നതാണ്. അപ്പോഴാണ് അവളായിട്ട് ഇങ്ങനൊരു കാര്യം പറഞ്ഞത്. ഒരുമിച്ച് ഡിന്നർ കഴിക്കാം, വൈകിട്ട് 5 മണിക്ക് പിക്ക് ചെയ്യാൻ വരാമെന്ന് അവൻ പറയുന്നു. എവിടെയാണ് പോകുന്നതെന്നൊന്നും പറയുന്നില്ല. ഷിയെ അപ്പോൾ തന്നെ കുറേ ഡ്രസ്സൊക്കെ ബെഡിൽ നിർത്തിയിട്ടിട്ട് അതിൻ്റെ ഫോട്ടോ എടുത്ത് അവൻ അയച്ചു കൊടുത്തിട്ട് ഇതിൽ ഏത് ധരിക്കണം എന്ന് ചോദിക്കുന്നു. ചുവന്ന ഡ്രസ്സ് ധരിക്കാനാണ് അവൻ പറഞ്ഞത്. ഫോട്ടോ അയച്ചതിൻ്റെ കൂട്ടത്തിൽ ചുവപ്പില്ലാത്തതിനാൽ അവൻ ഏത് ചുവപ്പിൻ്റെ കാര്യമാണ് പറയുന്നതെന്ന് അവൾ സംശയിക്കുന്നു. ഹേർട്ടിൻ്റെ നിറമായിരിക്കണം ഉദ്ദേശിച്ചത് എന്ന് അവൾക്ക് പിന്നെ മനസ്സിലാകുന്നു. ആ കളറിൽ ഡ്രസ്സില്ലാത്തതിനാൽ അടുത്ത ദിവസം അവൾ ഷോപ്പിങ്ങിന് പോകുന്നു. ഒരു ചുവന്ന ഡ്രസ്സ് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ട് അവൾ അത് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവളുടെ എക്സും ഗേൾ ഫ്രണ്ടും കൂടി അവിടെ ഡ്രസ്സ് സെലക്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്നത് കണ്ട് അവൾ തിരിച്ചോടുന്നു. ആ സമയത്ത് ഷിയെ അവളെ വിളിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പ്രോഗ്രാമിന് കൂട്ടിക്കൊണ്ട് പോയതിന് പകരമായി അവൾക്കപ്പോൾ ഷോപ്പിങ്ങിന് പോയാൽ കൊള്ളാം എന്ന് പറഞ്ഞാണ് വിളിച്ചത്. ഓൾറെഡി ഷോപ്പിങ്ങിന് വന്നിരിക്കുകയാണെന്ന് ഷീ പറഞ്ഞപ്പോൾ സ്ഥലം അവൾ ചോദിച്ചറിയുന്നു. എക്സും ഗേൾ ഫ്രണ്ടും കൂടി അവിടെ നിൽക്കുന്ന കാര്യവും ഷീ പറയുന്നുണ്ട്. കേട്ടപ്പോൾ അവിടെ തന്നെ വെയിറ്റ് ചെയ്യും, ഞാൻ ഉടനെ തന്നെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞാണ് ഷിയെ ഫോൺ കട്ട് ചെയ്തത്. ഷീ കുറേ സമയം കൂടി അതിനുള്ളിൽ തന്നെ വെയിറ്റ് ചെയ്യുന്നു. അവളുടെ എക്സിൻ്റെ ഇപ്പോഴത്തെ ഗേൾ ഫ്രണ്ട് അവൾ ധരിച്ചിരിക്കുന്ന അതേ ഡ്രസ്സ് തന്നെ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. പക്ഷെ അവൾക്കത് അത്ര ഇഷ്ടപ്പെടുന്നില്ല. അവൻ ഇതിലൊന്നും വലിയ താല്പര്യമില്ലാത്ത പോലെ ഫോണിൽ നോക്കിയിരിക്കുകയാണ്. അവൾ മറ്റൊരെണ്ണം ട്രൈ ചെയ്ത് നോക്കാൻ അകത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ ഷീ ക്ഷമനശിച്ച് പുറത്തേക്ക് ഇറങ്ങി വരുന്നു.
ഒരേ ഡ്രസ്സ് തന്നെയാണ് രണ്ടുപേരും ധരിച്ചിരിക്കുന്നത്. എങ്കിലും ഷൂയുടെ ലുക്ക് ഒന്ന് വേറെ തന്നെ. അവളുടെ എക്സിന് പോലും അവളുടെ മുഖത്ത് നിന്ന് കണ്ടെടുക്കാൻ കഴിയുന്നില്ല. ഷോപ്പിലെ പെൺകുട്ടി ഓടി അവളുടെ അടുത്തേക്ക് ചെന്ന് അവൾക്ക് ആ ഡ്രസ്സ് വളരെ നന്നായി ചേരുന്നുണ്ട്, കണ്ടാൽ മോഡലിനെ പോലെ തോന്നും എന്നൊക്കെ പറഞ്ഞ് അവളെ പോഴുന്നു. ഷിയാനോട് അഭിപ്രായം ചോദിക്കാൻ വേണ്ടി അവൾ കുറച്ച് ഫോട്ടോസ് എടുത്ത് അവൻ അയച്ചു കൊടുക്കുന്നുമുണ്ട്. അവൻ ഗുവാഞ്ചിക്ക് യുവിനൊപ്പം കുതിര ഫാമിലായിരുന്നു. അപ്പോൾ 3 പേരും കൂടി ബിസിനസിനെ കുറിച്ച് സീരിയസ് ആയി സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് അവളുടെ മെസ്സേജ് വന്നത്. ഫോൺ നോക്കി അവൻ ചിരിക്കുന്നത് കണ്ട് ആരുടെ മെസ്സേജാണ് വന്നതെന്ന് ഗുവാഞ്ചി ചോദിച്ചെങ്കിലും അവൻ വ്യക്തമായ മറുപടി നൽകുന്നില്ല. ഡ്രസ്സ് ഓക്കെയാണെന്ന് അവൾക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. വൈകിട്ടത്തെ വിരുന്നിനൊപ്പം വരാൻ ആരുമില്ലെങ്കിൽ കൂടെ വരാമെന്ന് ഗുവാഞ്ചി പറഞ്ഞെങ്കിലും അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് മുന്നോട്ട് നടക്കുന്നു. അവൻ്റെ കൂടെ പോകുന്ന ആരാണെന്ന് അവരും ആകാംക്ഷയോടെ ചിന്തിക്കുന്നുണ്ട്. അവൻ ഓക്കെ എന്ന് മാത്രം റിപ്ലൈ നൽകിയപ്പോൾ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നിന്റെ വായിൽ നിന്നും മുത്തുപൊഴിയുമോ എന്ന് ഷുയി പിറുപിറുക്കുന്നുണ്ട്. ഈ സമയത്തൊക്കെ അവളുടെ എക്സ് അവളെ തന്നെ വായി നോക്കിയിരിക്കുകയാണ്. ഇപ്പോഴത്തെ ഗേൾഫ്രണ്ട് അത് കണ്ട് അസൂയ സഹിക്കാതെ വേറൊരു ഡ്രസ്സ് ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നു. ഷുയിയും വിട്ടുകൊടുക്കുന്നില്ല. അവളും അതേ ഡ്രസ്സ് തന്നെ ട്രൈ ചെയ്യുന്നു. അങ്ങനെ കുറച്ച് സമയം അവിടെ ഒരു മത്സരം തന്നെ നടക്കുന്നുണ്ട്. രണ്ടുപേരും ഒരേ ഡ്രസ്സ് തന്നെ ട്രൈ ചെയ്ത് നോക്കുന്നു. ഏത് ട്രൈ ചെയ്താലും കൂടുതൽ സുന്ദരി ഷുയി തന്നെ. അങ്ങനെ കുറച്ച് സമയത്തെ വാശിയേറിയ മത്സരം കഴിഞ്ഞപ്പോൾ ഇപ്പോഴത്തെ ഗേൾഫ്രണ്ട് അവൾക്ക് ഇഷ്ടപ്പെട്ട കുറേ ഡ്രസ്സ് കൗണ്ടറിൽ കൊണ്ടുവച്ചിട്ട് അതിന്റെ പേയ്മെന്റ് നൽകാൻ അവനോട് പറയുന്നു. ആ സമയത്താണ് അവൾ ട്രൈ ചെയ്ത് നോക്കിയതെല്ലാം എടുക്കാൻ ആണോ എന്ന് ചോദിച്ച് സ്റ്റാഫ് ഷൂയുടെ അടുത്തേക്ക് ചെന്നത്. ഒരെണ്ണം മാത്രം മതി, ബാക്കിയൊന്നും വേണ്ടെന്ന് പറയാൻ ആ സമയത്ത് അവൾക്ക് നാണക്കെടുത്ത് തോന്നുന്നു. അങ്ങനെ ആകെ വല്ലാതെ നിൽക്കുമ്പോഴാണ് ഷിയെ ഗോഡ് മദറിനെ പോലെ അങ്ങോട്ടേക്ക് കടന്നു വന്ന് ഇഷ്ടമുള്ളതെല്ലാം എടുത്തോളം പറഞ്ഞ് തന്റെ കാർഡ് കൗണ്ടറിൽ കൊടുത്തത്. ഈ ഷോപ്പിലെ കൊള്ളാത്ത ഡ്രസ്സെല്ലാം നിങ്ങൾ സെലക്ട് ചെയ്തത് കാരണം എന്റെ പണി കുറഞ്ഞു കിട്ടി എന്ന് പറഞ്ഞ് ഇപ്പോഴത്തെ ഗേൾഫ്രണ്ടിന് ഒരു താങ്ങ് കൊടുക്കുന്നുണ്ട്. അവൾ ഡ്രസ്സെല്ലാം കൂടി വാങ്ങാൻ പോകുകയാണെന്ന് അറിഞ്ഞപ്പോൾ ഷുയി അന്തപ്പെടുന്നു. എന്റെ അങ്കിളിന്റെ അൺലിമിറ്റഡ് കാർഡാണത്, അതുകൊണ്ടൊരു പ്രശ്നമില്ലെന്ന് ഷിയെ പറഞ്ഞപ്പോൾ നിന്റെ അങ്കിളിനെ എനിക്ക് അറിയുക പോലുമില്ല, അതുകൊണ്ട് ഞാൻ ഉപയോഗിക്കുന്നത് ശരിയല്ല എന്നൊക്കെ ഷുയി പറഞ്ഞെങ്കിലും ഷിയെ സമ്മതിക്കുന്നില്ല. ഇന്നലെ എന്നെ പ്രോഗ്രാം കാണാൻ കൂട്ടിക്കൊണ്ടു പോയതിന് പകരമാണെന്ന് കരുതിയിൽ മതി എന്ന് പറഞ്ഞ് ആ ഡ്രസ്സ് മുഴുവൻ അവൾ വാങ്ങുന്നുണ്ട്. പേയ്മെന്റ് നൽകി കഴിഞ്ഞപ്പോൾ ഗേൾഫ്രണ്ടിന്റെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി അവൾ മനഃപൂർവ്വം ആന്റി എന്നും വിളിക്കുന്നു. അവൾ ഷിയയ്ക്ക് നേരെ ചെന്നെങ്കിലും അവൻ അവളെ പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. ഒരു ഡ്രസ്സ് പോലും വാങ്ങുന്നതുമില്ല. ഷീ ശരിക്കും ഹാപ്പിയാകുന്നുണ്ട്. റെഡ് ഡ്രസ്സ് ധരിച്ചുകൊണ്ടാണ് അവൾ പുറത്തേക്ക് ഇറങ്ങിയത്. ഒരുമിച്ച് ഡിന്നർ കഴിക്കാൻ ഷിയെ അവളെ ക്ഷണിക്കുന്നുണ്ടെങ്കിൽ വേറെ പ്ലാൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഡേറ്റ് ആണെന്ന് അവൾക്ക് മനസ്സിലാകുന്നു. എങ്കിൽ പിന്നെ എനിക്കൊപ്പം വെറുതെ സമയം കളയാതെ വേഗം പോയിക്കോളാൻ പറഞ്ഞ് ഷിയെ അവളെ വേഗം പറഞ്ഞു വിടുന്നുണ്ട്. ഷീ അവളുടെ വീടിനടുത്ത് എത്തിയപ്പോൾ ഷിയാൻ വണ്ടിയിൽ അവിടെ വെയിറ്റ് ചെയ്യുക. അവൻ അകത്തിരുന്ന പേപ്പറുകൾ ചെക്ക് ചെയ്യുകയാണ്. ആ ഡ്രസ്സ് കുറച്ച് കൂടുതലാണെന്ന് തോന്നിയതിനാൽ അകത്ത് പോയി മാറ്റാമെന്ന് കരുതി അവൾ അകത്തേക്ക് പോകാൻ തുടങ്ങുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും അവൻ അവളെ കണ്ട് വിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ചെല്ലുന്നു. ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോവുകയായിരുന്നു എന്ന് അവൾ പറഞ്ഞപ്പോൾ ഇത് തന്നെ മതി, വളരെ നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞവൻ അവളെ പിടിച്ചുകൊണ്ട് പോകുന്നു. പക്ഷെ വണ്ടിയിൽ കയറി കഴിഞ്ഞപ്പോൾ അവളെ വലിയ മൈൻഡ് ചെയ്യാതെ എന്തോ ജോലി ചെയ്യാൻ തുടങ്ങുന്നു. ആവശ്യത്തോടെ കയ്യിൽ പിടിച്ചുകൊണ്ട് വന്നിട്ട് ഇപ്പോൾ മൈൻഡ് പോലും ചെയ്യാത്തതിൽ അവൾക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. എന്നാലും ഡേറ്റിനെത്തിയ സ്ഥലം കണ്ടപ്പോൾ ആ ദേഷ്യമൊക്കെ മാറുന്നു. ഡേറ്റിന് പറ്റിയ സ്ഥലം തിരഞ്ഞെടുക്കാൻ അവൻ മിടുക്കണമല്ലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് അവൾ അവൻ്റെ ഒപ്പം ഇറങ്ങി ചെന്നത്. മുന്നോട്ട് നടക്കുന്ന കൂട്ടത്തിലാണ് ഫാമിലി വിരുന്നാണ് എന്ന് അവൻ പറഞ്ഞത്. അതോടെ അവളുടെ സകല സന്തോഷം തീരുന്നു. ഇതും ഒരുമിച്ചുള്ള ഡിന്നർ ആണല്ലോ എന്നവൻ പറഞ്ഞപ്പോൾ ഇങ്ങനെയുള്ള ഡിന്നർ അല്ല ഞാൻ ഉദ്ദേശിച്ചത്, നമ്മൾ മാത്രമായിട്ടുള്ള ഡിന്നറിന്റെ കാര്യമാണ് എന്ന് അവൾ പിറുപിറുക്കുന്നുണ്ട്. ഇത് കഴിയുമ്പോൾ നമുക്ക് മാത്രമായിട്ടൊരു ഡിന്നർ അറേഞ്ച് ചെയ്തോളാൻ അവൻ പറഞ്ഞപ്പോൾ അവൾക്ക് സന്തോഷമാകുന്നു. രണ്ടുപേരും കപ്പിൾസിനെ പോലെ കൈ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് അകത്തേക്ക് ചെന്നത്. ഷിയാൻ പുതിയ ആരോ ആക്ട്രസുമായി അടുപ്പത്തിലാണ് എന്ന് അവിടെയുള്ളവരിൽ പലരും അറിഞ്ഞിരുന്നു. ആ ആക്ട്രസാണ് കൂടെയുള്ളത് എന്ന് എല്ലാവരും വിചാരിക്കുന്നു. ചിലർ അവളുടെ അടുത്ത് ചോദിക്കുന്നുമുണ്ട്. നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്, ഞാൻ ജേർണലിസ്റ്റ് ആണെന്ന് അവൾ പറഞ്ഞപ്പോൾ ഇന്നലെ അവൻ്റെ ആക്ട്രസിനൊപ്പമായിരുന്നു, ഇന്ന് ജേർണലിസ്റ്റിനൊപ്പമാണ്, ഇവന്റെ പ്ലേ ബോയ് ആയി മാറിയോ എന്നൊക്കെ ആയി അവരുടെ സംസാരം. ഷിങ്ഷുവിന്റെ ഗേൾഫ്രണ്ട് ഈ സമയം അവനോട് വഴക്കുണ്ടാക്കുന്നു. അവൻ ഷിയെ തന്നെ നോക്കി വെള്ളമിറക്കുന്ന അവളും കണ്ടിരുന്നു. നീ ഒരിക്കൽ പോലും എന്നെ അങ്ങനെ നോക്കിയിട്ടില്ല, നിനക്കിപ്പോഴും അവളോട് തന്നെയാണ് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞാണ് അവൾ വഴക്കുണ്ടാക്കുന്നത്. അവൻ പക്ഷേ അതൊക്കെ നിഷേധിക്കുന്നു. നിന്റെ അങ്കിളിന്റെ കമ്പനിയിൽ എനിക്ക് ജോലി ശരിയാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബുദ്ധിമുട്ടുകളൊക്കെ മാറും, നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ ഞാൻ വാങ്ങിത്തരാം എന്നൊക്കെ പറഞ്ഞ് അവൻ അവളെ സോപ്പെടുന്നു. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ അവൾ കാണാതെ ഷോയ്ക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. ഇന്നത്തെ സംഭവത്തിൽ സോറി, എനിക്ക് നിന്നോട് സംസാരിച്ചാൽ കൊള്ളാമെന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാണ് അവൻ മെസ്സേജ് അയച്ചിരിക്കുന്നു. അവൻ ഇപ്പോഴത്തെ ഗേൾഫ്രണ്ടിനെ ചീറ്റ് ചെയ്ത് തനിക്ക് മെസ്സേജ് അയക്കുന്നു പറഞ്ഞപ്പോൾ അവൾക്ക് ചിരിയടക്കാൻ കഴിയുന്നില്ല. പരിസരം പോലും മറന്ന് ഫോണിൽ നോക്കി അവൾ ചിരിക്കുന്നത് ഷിയാൻ ശ്രദ്ധിക്കുന്നു. നീ ഇപ്പോൾ എവിടെയാണ് എന്ന് അയാൾ ചോദിച്ചിരുന്നു. ഷിയാന്റെ നോട്ടം കണ്ട് ഞാനൊരു കേക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നൊരു റിപ്ലൈ നൽകിയിട്ട് അവൾ പെട്ടെന്ന് ഫോൺ താഴെ വെക്കുന്നു. അവനത് കാണുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ ഓർഡർ ചെയ്ത ഒരു കേക്ക് അവൾ കൊണ്ട് കൊടുക്കുന്നു. എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവൻ തന്നെ കളിയാക്കിയാണ് എന്ന് അവൾക്ക് മനസ്സിലാക്കുന്നു. പുറമേ ഒന്നും പറയാൻ പറ്റാത്തത് കൊണ്ട് അവൾ അവന്റെ തുടയിൽ നല്ലൊരു നുള്ളു കൊടുക്കുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.